യോ ഗൈസ്, ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഇന്നലെ രാത്രി പോയി പ്രകമ്പനം എന്ന് പറഞ്ഞ സിനിമ കണ്ടാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അധികം എന്താ വെച്ചാൽ പോസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ട്, എപ്പോഴോ ഒരിക്കൽ ട്രെയിലർ കണ്ടിട്ടുണ്ട്, അല്ലാതെ ഈ സിനിമ കാണണമെന്ന് അങ്ങനെ ലോക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ ഉച്ച കഴിഞ്ഞ് ബുക്കിംഗ് എടുത്ത് നോക്കിയപ്പോൾ ഭീകര ബുക്കിംഗ്, ഹൗസ്ഫുള്ള് ഷോസ് എല്ലായിടത്തും. ശരി, പിന്നെ എന്ത് സംഭവം എന്ന് അറിയാൻ വേണ്ടി ചുമ്മാ ടിക്കറ്റ് ബുക്ക് ചെയ്ത് രാത്രി ഒന്ന് പോയി പടം കണ്ടു നോക്കി. പറയാം. പ്രകമ്പനം ഡയറക്റ്റഡ് ബൈ വിജേഷ് പനത്തൂർ, റിട്ടൺ ബൈ വിജേഷ് പനത്തൂറും പിന്നെ ശ്രീഹരി വടക്കൻ. ഇവർ രണ്ടുപേരും വടക്കിൽ നിന്ന് ഉള്ളവരാണ്. അതിൻ്റെതായ അവരുടെ ഒരു എസൻസും കാര്യങ്ങളൊക്കെ ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. കഥ സെറ്റ് ചെയ്യുന്നത് കണ്ണൂരിൽ നിന്നാണ്, കണ്ണൂർ കൊച്ചിയായിട്ടാണ് കാണിക്കുന്നത്. അഭിനയിച്ചിരിക്കുന്നവർ അതാണ് പറയാനുള്ളത്. ഗണപതി, സാഗർ സൂര്യ, നമ്മുടെ അമീന്, പിന്നെ സുബിന്ദാർസനുണ്ട്, മറ്റേ ശീതളുണ്ട്, അസീസിക്ക, നവാസിക്കൻ്റെ അവസാനത്തെ സിനിമയാണെന്ന് തോന്നുന്നു. മല്ലിക സുകുമാരൻ പൊളി. മല്ലികേച്ചി എനിക്ക് തോന്നുന്നു സിനിമകളിലൊക്കെ വരുമെങ്കിലും ചെറിയ ചെറിയ റോളൊക്കെ ചെയ്തിട്ടേ പോകുള്ളൂ. ഇതില് ത്രൂ ഔട്ട് ഒരു പരിപാടി പിടിച്ചിട്ടുണ്ട്. നമ്മൾ ആരും വിചാരിക്കുന്ന രീതിയിലുള്ള പരിപാടിയല്ല. ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഒരു ഹൊറർ കോമഡി ജോണറാണ് ഇത്. അപ്പോൾ പുള്ളിക്കാരിൻ്റെ വോയിസ് മോഡുലേഷൻ ആയാലും വോയിസിൽ വരുന്ന കുറേ ക്ലാരിറ്റി ഭയങ്കര അടിപൊളിയാണ് പുള്ളിക്കാരിൻ്റെ ആ ഒരു. അത് സെക്കൻഡ് ഹാഫ് കാണുമ്പോഴേക്ക് മനസ്സിലാവുള്ളൂ. അതിന് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. പുള്ളിക്കാരിൻ്റെ ആ ഒരു ഡബ്ബിങ്ങും എല്ലാം അടിപൊളിയായിട്ട് തന്നെയുണ്ട്. പിന്നെ ഈ സിനിമയിൽ അടിച്ച് പൊളിച്ചത് സാഗറാണ്. സാഗർ സൂര്യ ഈ സിനിമ അങ്ങ് അടിച്ച് വാരി. മച്ചാൻ പണിയിലൊക്കെ വന്ന അമ്മാതിരി വില്ലൻ ഇതൊക്കെ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് തൂക്കിയടി കോമഡി എന്നൊക്കെ. ഇതിന്റെ ഫസ്റ്റ് ഹാഫിലുള്ള ഹ്യൂമർ സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ അമീന്റെയും സാഗറിന്റെ ഒക്കെ മുഖത്ത് വരുന്ന റിയാക്ഷൻ, സാഗറിന്റെ ഒരു പ്രസംഗ സീനുണ്ട് മോനെ, എന്റെ ദൈവമേ, അതൊക്കെ അടിപൊളിയായിരുന്നു ഡേ. ഇതിലിപ്പോ നമ്മുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ആൽബി ആന്റണി, എഡിറ്റഡ് ബൈ സൂരജ് GS. പിന്നെ എന്താണ് മ്യൂസിക് ആരുടെ, കമ്പോസേഴ്സ് ബിബിൻ അശോക്, ശങ്കർ ശർമ്മ. അങ്ങനെ കുറേ പേര് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് സുഹേൽ കോഴ, മനു മഞ്ജിത്ത്. സ്റ്റൺസ്, ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് സെക്കൻഡ് ഹാഫിൽ, അത് അടിപൊളിയായിരുന്നു. അപ്പൊ ഈ സിനിമേന്റെ ഒരു പ്ലോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പല സിനിമകളുടെ ഒരു എന്താ പറയാ ഒരു വേറൊരു വെർഷൻ എന്നായിട്ട് നമുക്ക് തോന്നുന്നു. ഞാനിത് കണ്ടപ്പോൾ എനിക്ക് അടിയപ്പേര് കൂട്ടമണി, രോമാഞ്ചം, പിന്നെന്തോന്ന് പടക്കളം, പിന്നെന്തോന്ന് അങ്ങനെ 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 കുറച്ച് പടങ്ങളൊക്കെ എടുത്ത് ഒരു ജാറിലാക്കി കുറച്ച് വെള്ളവും കുറച്ച് ചേരുവകളൊക്കെ വെച്ച് നല്ലവണ്ണം മിക്സിയിൽ അടിച്ചങ്ങ് എടുത്തങ്ങ് ഒഴിച്ച് തന്ന അങ്ങനെ ഇരിക്കും. അതാണ് സിനിമ. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ പോയിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ ഗണപതിൻ്റെ ക്യാരക്ടർ ആയാലും മല്ലിക സുകുമാരൻ, ഇവരൊക്കെ കണ്ണൂർ ശൈലിയുള്ളവരാ. അപ്പൊ അസീസിക്ക ഞാൻ കാണുന്ന സിനിമകളിലെല്ലാം എങ്ങനെ വരും, വെറുതെ വന്നാൽ പോലും ഒരു ട്രിവാൻഡ്രം സ്ലാങ് പുള്ളീൻ്റെ വായിൽ വരും എന്തെങ്കിലും പറയുകയാണെങ്കിൽ. ആ പുള്ളി ആ വടക്കൻ ഭാഷ നല്ല രസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗണപതി ആയാലും ത്രൂ ഔട്ട് അത് പിടിച്ചു പോയിട്ടുണ്ട്, നവാസിക്കയിലും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ ഇന്നാത്താം കേസ് കൊണ്ടില്ല മറ്റേ വക്കീല് എന്തായിരുന്നു മറ്റേ കുഞ്ഞിക്കണ്ണനാ ആ ചേട്ടനും ഉണ്ട്. ആ പുള്ളിയൊക്കെ വെറുതെ വിഷയമാണ്. നമ്മളൊന്നും ഒരു രീതിയിലും തുടക്കം കാണുമ്പോൾ നമ്മളൊന്നും വിചാരിക്കില്ല ഇത് ഇങ്ങനെയാണോ എന്നൊന്നും നമ്മൾ വിചാരിക്കില്ല. പിന്നീട് പതുക്കെ കഥയൊക്കെ ഒന്ന് അൺവീലായി കെട്ടൊക്കെ ഒന്ന് അഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പുള്ളിയൊക്കെ വെറുതെ വിഷയം. ക്ലൈമാക്സ് ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആകെ കൂടെ ഒരു പോരായ്മയായിട്ട് തോന്നിയ ക്ലൈമാക്സ് മാത്രമാണ്. ക്ലൈമാക്സ് എന്തിനാണ് ആ ഒരു രീതിയിൽ പിടിച്ചത്. പിന്നെ രാജേഷ് മാധവ് സിനിമകളുണ്ട് കേട്ടോ, പുള്ളീൻ്റെയും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ഹാഫ് ഒക്കെ എത്തുമ്പോഴത്തേക്കും ഇവർക്കൊരു പ്രശ്നം കിട്ടി, ഒരു പണി കിട്ടി, നാട്ടിലൊക്കെ അത്യാവശ്യം നല്ല പേരും പ്രശസ്തിയും അങ്ങനെയൊക്കെ ആയിരിക്കുന്ന ഒരു സമയം. അപ്പൊ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എങ്ങനെയെങ്കിലും ഇതൊന്ന് വിട്ട് മാറണം. അപ്പൊ എന്ത് ചെയ്യോടെ അങ്ങനെ. അതും ഈ ഒരു എന്താ പറയാ ഹൊറർ തീമിലോട്ട് പടം ട്രാൻസിറ്റ് ചെയ്യുന്ന ഒരു വഴിയൊക്കെ ഉണ്ട്. അതൊക്കെ സീനായിരുന്നു. അതൊന്നും ആരും വിചാരിക്കാതെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് ഇന്നത്തെ കാലത്ത് എന്ത് കിട്ടിയാലും അടിച്ചു നോക്കാന്ന് വിചാരിച്ച്
നടക്കുന്ന പയ്യന്മാരുണ്ടാവും. കല്ലോ മരുന്നോ പൊടിയോ അഞ്ചാവോ എന്തൊന്നും നോക്കാതെ അടിച്ചു നടക്കുന്നവന്മാരുണ്ടാവും. അവന്മാരെയൊക്കെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് കിട്ടിയാൽ ഇതുവരെ നീയൊക്കെ വലിച്ചു കയറ്റുമല്ലോടെ, ആ ഒരു രീതിയിലാണ് പടം പറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ ഹ്യൂമർ എനിക്ക് പേഴ്സണലി വർക്കായി. ഞാൻ ആ തിയേറ്ററിൽ ചുറ്റും ആൾക്കാരിരുന്ന് നല്ല പൂര കയ്യടിയും വിസിലടിയും ബഹളമൊക്കെ ആയിരുന്നു. ചിരിച്ച് എന്ന് വെച്ചാൽ സാഗറും അമീൻ്റെ ഒക്കെ ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങളുണ്ട്. സുപിൻ താർസൻ പുള്ളി നൈസായിട്ടുണ്ടായിരുന്നു. പുള്ളീൻ്റെ ഒരു ബെസ്റ്റ് പരിപാടി ഉണ്ട്, അത് അടിപൊളിയാണ്. ശീതളട്ട് നല്ലോണം ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിക്ക് ചെയ്തിട്ടുള്ളൊരു സിനിമ. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഹ്യൂമറിൻ്റെ ഗ്രാഫൊക്കെ ഒന്ന് കുറഞ്ഞ്, അപ്പോഴും നമുക്ക് പടം ബോറടിക്കില്ല, ഒരു മൈൽഡ് രീതിയിലൊക്കെ അങ്ങ് പോയി. അവസാനം ക്ലൈമാക്സ് ഷോ വരും. ക്ലൈമാക്സ് അവരെന്താണ് അങ്ങനെ ആക്കിയത് എന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്കത് ഒട്ടും ക്ലൈമാക്സ് വർക്കായില്ല. ബട്ട് മൊത്തത്തിൽ പടം നോക്കുകയാണെങ്കിൽ പടം കൊള്ളാം. ഒരു പ്രതീക്ഷയില്ലാതെ ചുമ്മാ പോയിരുന്ന് കാണുമ്പോൾ ഇങ്ങനെ നല്ല സിനിമയൊക്കെ. പടക്കളവ് ഞാൻ ഇതേപോലെ ഒരു പ്രതീക്ഷയില്ല, ചുമ്മാ ഇങ്ങനെ പോയിരുന്നപ്പോഴത്തേക്കും നല്ല കുറേ ഹ്യൂമർ. ഞാനാണെങ്കിൽ പെട്ടെന്ന് ചിരിക്കുന്ന ഒരാളാണ്. എന്നെ ചിരിപ്പിക്കാൻ വലിയ ആന കോമഡിയൊന്നും വേണ്ട. അത് കുറേ സീൻസ്, തറവാട്ടിൽ സാഗർ വന്നിട്ടുള്ള കുറേ സീൻസ് ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ. പിന്നെ ഇതിൽ വേറൊരു സംഭവം ഇവർ കാണിച്ചിട്ടുണ്ട്. ഈ മല്ലിക ചേച്ചീൻ്റെ ക്യാരക്ടർ ആദ്യം വന്ന് പുള്ളിക്കാരിൻ്റെ ചുറ്റുമുള്ളവരെല്ലാവരും വടക്കൻ ശൈലി കണ്ണൂർ ഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവർ മാത്രം തെക്കൻ ശൈലിയിലുള്ളൊരു ഭാഷ പറഞ്ഞു. ഞാനപ്പോൾ വിചാരിച്ചേ ഇതിപ്പോൾ മിസ്റ്റേക്ക് പറ്റിയാണോ എന്ന് വിചാരിച്ചപ്പോൾ അല്ല, പുള്ളിക്കാരിൻ്റെ ക്യാരക്ടർ അങ്ങനത്തെ ക്യാരക്ടറാണെന്ന് അവർ പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ദൈവവിശ്വാസം ഉള്ളവരുടെ കാര്യം ഇല്ലാതെ ഇടതുപക്ഷം സ്വീകരിച്ച് നടക്കുന്ന ആൾക്കാർ, ഇവർ രണ്ടുപേരും ഒരു ഫാമിലിയിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും, അടുത്ത ഇവരുടെ നെക്സ്റ്റ് ജനറേഷൻ അത് എങ്ങനെ ഏറ്റെടുക്കും, പിന്നീട് ഈ ജനറേഷൻ ഗ്യാപ്പ് കൊണ്ടുണ്ടായ ഇപ്പോഴും ഈ വീട്ടിലുള്ള അമ്മച്ചിമാരൊക്കെ അവരൊന്നും എന്താ പറയുക പുതിയ തലമുറയോട് വരുന്നുണ്ടാവില്ല. അവരൊക്കെ എന്താ പറയുക ഈ പുതിയ കാര്യങ്ങൾ കാണുമ്പോഴോ കേൾക്കുമ്പോഴൊക്കെ അവർ നല്ല പള്ളു വിളിക്കും. അത് അവരുടെ പഴയ ഒരു ശൈലിയും സ്വഭാവമൊക്കെ വെച്ച് അവർ കാണുമ്പോൾ നല്ല തെറിവായി. അപ്പോൾ ആ ഒരു രീതിയിലാണ് മല്ലിക ചേച്ചീൻ്റെ ആ ഒരു ക്യാരക്ടർ. അത് വേറൊരു രീതിയിലാണ് സെക്കൻഡ് ഹാഫിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ കണ്ടാൽ മതിയാണ്. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാധനം പോകും. സാഗറിനെയും വലിയ സുകുമാരനെയും വെച്ച് ഒരു ചെറിയൊരു സ്വാപ്പിംഗ് പരിപാടി പോലത്തെ ഒരു സാധനം പിടിച്ചിട്ടുണ്ട്. അത് നൈസായിരുന്നു. പിന്നെ കൊള്ളാം. മൊത്തത്തിൽ ടെക്നിക്കലി ആയാലും മ്യൂസിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. സൗണ്ട് എഫക്ട്സ്, സ്റ്റണ്ടായാലും സിനിമാറ്റോഗ്രാഫി ആയാലും എന്തുകൊണ്ടും നല്ലൊരു കളർ ടോണിൽ പോകുന്നുണ്ട്, നല്ല എൻഗേജിങ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ആ കൂടി ഞാൻ പറഞ്ഞില്ല, ആ ഒരു ക്ലൈമാക്സ് മാത്രം അത് ഭയങ്കര കൂടിയ എന്തൊക്കെയോ ചെയ്യാൻ നോക്കിയ പോലെ. ഈ ഹലോ മമ്മിയൊക്കെ ക്ലൈമാക്സ് വിളിച്ചില്ല, അങ്ങനത്തെ അല്ല. അവിടെ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്നുള്ളൊരു ഫീല് ഇവിടെ എനിക്ക് തോന്നി. ഈ സിനിമ എന്ന് പറയുമ്പോൾ അടിയപ്പേരെ കൂട്ടമണി, രോമാഞ്ചം, ഈ പറഞ്ഞ ഹലോ മമ്മി, ഇതെല്ലാം കൂടിയിട്ട് മറ്റേ മിക്സിയിലിട്ട് അടിച്ച് ഒഴിച്ചു തന്നിരിക്കുകയാണ്. എന്തായാലും സിനിമ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയുക. എനിക്ക് ഇഷ്ടപ്പെട്ടു. ദാറ്റ്സ് ഓൾ. ബൈ ബൈ.